ഏതോ ഒരുത്തിയുടെ പേരും പറഞ്ഞ് 2 ദിവസാ നമ്മുടെ സെക്രട്ടേറിയറ്റ് പൂട്ടിയിട്ട്. ഭർത്താവിനോട് പിണങ്ങിയിട്ട് നമ്മുടെ മന്ത്രി പാർലമെന്റിൽ പോകാതെ ഇരുന്നിട്ടും ഉണ്ട്. ഉണ്ടാ ആവഷ്ട ഉണ്ടെന്നേ. പണ്ടൊക്കെ ഉപ്പിനും മുളകിനാ കളിച്ചേരുന്നത്. ഇപ്പം അങ്ങനെയല്ലാട്ടാ. ഇപ്പം സിയാറിനാ കളി. സിയാറിന് പണങ്ങടാ റണ്ണിങ്ങിലാവും അല്ലേ? എരഡു പറഞ്ഞ നിനക്ക് മനസ്സിലായ 2 ചോരാണ്ട് കേറി ഇറങ്ങി. നീ ബദീറാന്ന് വെച്ച ഞാൻ മുതിരടാ. വേണ്ട ഗടി. എടോ അർബാബേ, അതെ അടുത്ത ചുരം കയറും മുമ്പ് നമ്മുടെ അക്കൗണ്ട് അങ്ങോട്ട് ക്ലിയർ ആക്കിക്കോട്ടെ. അസോൾ എന്തൊരു താങ്ങൂലെന്ന്. ഞാൻ മുന്ന ഇതെന്റെ നാടല്ല. എനിക്കൊരു നാടുണ്ടായിരുന്നു. നാടെന്ന് പറഞ്ഞ കാട്. ആ നാട്ടില് എനിക്കൊരു പെരയുണ്ടായിരുന്നു. ആ പെരയില് എനിക്കെന്റെ അമ്മ ഉണ്ടായിരുന്നു. എന്റെ അമ്മ കാടിന്റെ മക്കളായതുകൊണ്ട് ഒരു ജീവി ഞങ്ങൾ ഉപദ്രവിക്കാറില്ല. അത് കാരണം എൻ്റെ അമ്മയ്ക്ക് എന്നെ പൊന്നുപോലെ വളർത്താൻ പറ്റി. ആ അമ്മയ്ക്കൊരു ദീനം വന്നപ്പോഴാണ് ഞാൻ കാട് വിട്ട് നാട്ടിലെത്തിയത്. ഞങ്ങൾക്ക് ആരെങ്കിലും ഞങ്ങളെ കാണണമെങ്കിലോ എത്ര യജമാനന്മാരുടെ അനുമതി വേണമെന്നറിയോ? മറിച്ച് ചുരം കയറി വെടിയിറച്ചിയും തിന്ന് കാട്ടിൽ ഉല്ലസിക്കാൻ വരുന്നവർക്ക് ആരുടെ അനുമതി വേണ്ട. 12ഉം 13ഉം വയസ്സുള്ള ഞങ്ങളുടെ അനിയത്തിമാർക്ക് തന്തയില്ലാത്ത കുട്ടികളെ ഉണ്ടാക്കി കൊടുത്തിട്ടാ ഇവർ ചുരം ഇറങ്ങുക. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ സമ്മാനം ഈ ഞാൻ. ഞാൻ ചത്തേനെ. ഡോക്ടർ സാറേ, ഡോക്ടർ സാറേ. അതൊരു ചെറിയ പെൺകുട്ടിയാ. അതിന് അതിപ്പോ പെറും. അതിന്റെ കഴുത്തിൽ താലിയും ചരടും മണ്ണാങ്കട്ടി ഒന്നുമില്ല. എന്തായാലും പ്രസവല്ലേ, നോക്കാതെ പറ്റില്ലല്ലോ. റേഞ്ച് ഓഫീസറും 4 തുണക്കാരാ. ഭാരതത്തിന്റെ ഇതിഹാസം രചിച്ചൊരു കാട്ടാളനുണ്ട്, രത്നാകരൻ. അറിയില്ലേ? വാത്മീകി. ആ വാത്മീകിയുടെ തലമുറക്കാരാ ഈ ഞങ്ങൾ. ഈ ഭാരതം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കാടായിരുന്നു, പെരുങ്കാട്. പിന്നീട് കാടിൻ്റെ മാറിലേക്ക് പലരും വന്നു. ആര്യന്മാർ, പറങ്കികൾ, പാഴ്സികൾ, ബ്രിട്ടീഷുകാർ, അങ്ങനെ പലരും. ഞങ്ങളുടെ മണ്ണും സമ്പത്തും ഇവരൊക്കെ കൈയടക്കി. അവസാനം മണ്ണിൻ്റെ മക്കളായ ഞങ്ങളൊക്കെ അടിമകളായി, ആദിവാസികളാക്കി. ഈ മണ്ണിൻ്റെ യഥാർത്ഥ അവകാശികളായ ഞങ്ങളെ ഒന്നുമല്ലതാക്കി. മാറി മാറി വന്ന ഭരണകർത്താക്കൾ പറയുന്നു കേരളത്തിലെല്ലാവർക്കും വീടായി, വെളിച്ചമായി, വിദ്യാഭ്യാസമായി എന്നൊക്കെ. നിങ്ങൾക്കറിയോ, കേരളത്തിൽ ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ വീടില്ലാതെ, ഉടുക്കാൻ തുണിയില്ലാതെ പുഴക്കരയിലും ഗുഹയിലുമൊക്കെ കഴിയുന്നുണ്ട്. പോഷകാഹാരങ്ങളില്ലാതെ, ആവശ്യമായ വൈദ്യസഹായം ലഭിക്കാതെ നിരവധി സ്ത്രീകളും കുട്ടികളും മരിക്കുന്നുണ്ട്. ഈ ചൂഷണം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. പണ്ട് വനവാസത്തിന് വന്ന പാണ്ഡവരെ
കാടിനുള്ളിൽ അട്ടകടിക്കാണ്ടും പുലി പിടിക്കാണ്ടും അന്നവും വെള്ളവും കൊടുത്ത് കാത്തു സംരക്ഷിച്ച കാടിന്റെ പുത്രി ഹിഡുംബിക്ക് പിന്നീട് അർജുനന്റെ ജീവൻ രക്ഷിക്കാൻ കാട്ടുപുത്രനായ ഘടോൽക്കജൻ തന്നെ വേണ്ടി വന്നു. യുദ്ധം ചെയ്യുന്നത് ഹിഡിംബിക്കുള്ള മോന് ഘടോൽക്കജന്. ഇന്ത ആള് ബന്ധജന് തന്നെ 10,000 ആളിനമ്പ കൊന്നത്. ഈണ്ണ കൊള്ളലേ കൗരവർക്ക് ಬೇರೆ ದಾರಿ ನೋಡಕ್ಕಂದಾಯ್ತು. ആള് ജാതിക്കാരന് ഉന്ത ആഞ്ഞടിച്ചല് തമ്പ്രാമാർക്ക് എടുത്ത് നില്ലലേ കൈന്തില്ലേ. എന്റെ തങ്ക മണി, എന്റെ പൊന്ന് മണി ചിന്തരിക്കില്ലാടി. എന്തരിത് മാതങ്കി, ഈ വേദനകൾ മറ്റും വച്ചോണ്ടിരിക്കാണ്ട് വല്ല മെഡിക്കൽ കോളേജിലും കൊണ്ട് കാണിര്. ആ മുന്നേ എവിടെ പോയി കിടക്കണേണ്? അവനോട് വേഗം വരാൻ പറ. ഇവിടെ പോസ്റ്റ് വലിക്കാനും പോക്കാനും ആളില്ലാണ്ടിരിക്കണേണ്. എല്ലാരും ഉണ്ടല്ലോ. ലക്ഷ്മി, നീ മാധുനെ ശരിക്കൊന്നും പരിശോധിക്കണം കേട്ടാ, മറക്കല്ലേ. വയ്യ പാവത്തിന്. നാളെ മധു കൊടുത്തുണ്ട്. മുന്നേം കൂട്ടി വന്ന് മധു എസക്ക്. അത് ആ നായ്മാറിനെ കണ്ടിട്ട് പാടേ 2 ജിനത്താണ് കാട് കെട്ടിട്ട്. ഇനി നീ ഊരിന്ന് കോഴിനെ പിടിക്കലടാ നായ. ഓയ് അമ്മ കരുതണ്ടേ? മുന്ന എത്ര ഏളിലേ ഏന് കേളകാല. ആന ചേലായറത് എന്തിട്ടും ഒരു ബോധം ഇല്ലാതെ നടത്ത തന്നെ നടത്ത.